നമസ്കാരം. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് ചാർജ് ചെയ്ത കേസിലും പഞ്ചായത്ത് തയ്യാറാക്കിയ കണക്കിലും വമ്പൻ പൊരുത്തക്കേട്. വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പഞ്ചായത്തും പോലീസും. കണക്കിലെ വ്യത്യാസം ആരുടെ സൃഷ്ടി എന്ന കാര്യത്തിൽ പരക്കെ സംശയം. വിഷയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ചൂടേറിയ ചർച്ചയായി. മൂന്നാർ RO ജംഗ്ഷനിലുണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് കയ്യേറി നാശനഷ്ടം വരുത്തിയതായി കാണിച്ച് മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് അഭിലാഷിന്റെ മൊഴി പ്രകാരം മൂന്നാർ പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിലെ FIRൽ നാശനഷ്ടം 4,88,516 രൂപ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സംഭവത്തിൽ മൂന്നാർ പഞ്ചായത്ത് പൊതുമരാമത്ത് വിഭാഗം കണക്കാക്കിയിട്ടുള്ളത് 8,600 രൂപ മാത്രമാണ്. വ്യത്യാസം 4,79,916 രൂപ. ഈ പിഴവ് എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ സജീവമായിട്ടുള്ളത്. ഈ മാസം 11-ന് രാത്രി 11 മണിയോടെയാണ് സംഭവത്തിൽ പോലീസ് ഇടപെടൽ ഉണ്ടായത്. മൂന്നാറിലെ നൈറ്റ് ടൂറിസ്റ്റ് ഗൈഡുമാരുടെ നേതൃത്വത്തിൽ വെയിറ്റിംഗ് ഷെഡ് തകര ഷീറ്റ് കൊണ്ട് മറച്ചെന്നും പോലീസ് എത്തി ഗൈഡുമാരെ ഇവിടെ നിന്നും ഒഴിപ്പിച്ചെന്നുമാണ് ഇക്കാര്യത്തിൽ പോലീസ് വിശദീകരണം. പോലീസ് നടപടിയിൽ നൈറ്റ് ഗൈഡുമാരുടെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പ് ഉയർന്നിരുന്നു. ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് ഗൈഡുമാരെ ഇവിടെ നിന്നും നീക്കിയത്. ഗൈഡുമാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. ഇതിൻ്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നഷ്ടം കണക്കാക്കിയതിലെ പാകപ്പിഴകൾ ചർച്ചയായിട്ടുള്ളത്. പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് നൽകിയ മൊഴി പ്രകാരമാണ് കേസെടുത്തതെന്നും നഷ്ടം സംബന്ധിച്ച് ഇദ്ദേഹം നൽകിയ വിവരമാണ് FIRൽ ചേർത്തിട്ടുള്ളതെന്നുമാണ് മൂന്നാർ പോലീസിന്റെ വാദം. 3 പദ്ധതികളിൽ നിന്നുള്ള തുക വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണത്തിനായി നിയോഗിച്ചെന്നും മൊത്തത്തിൽ 4,88,516 രൂപയാണ് ചിലവായിട്ടുള്ളതെന്നും FIRലെ നഷ്ടക്കണക്കിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നുമാണ് ഇക്കാര്യത്തിൽ പരാതിക്കാരനായ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് അഭിലാഷിന്റെ പ്രതികരണം. നാശനഷ്ടം സംബന്ധിച്ചുള്ള കണക്കുവിവരങ്ങൾ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഇതിനകം രേഖാമൂലം പോലീസിന് നൽകിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് വിഭാഗം നൽകിയ കണക്ക് ഔദ്യോഗികമാണെന്ന കാര്യത്തിൽ പോലീസിനും തർക്കമില്ല. ഇനിയിപ്പോൾ ഈ കേസിൽ എന്ത് തുടർ നടപടി ഉണ്ടാവും എന്ന കാര്യം കണ്ടറിയണമെന്നതാണ് നിലവിലെ സ്ഥിതി. M4 മലയാളം, മൂന്നാർ.